വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വള്ളികുന്നം കടുവിനാൽ ശ്രീവത്സത്തിൽ ഷൺമുഖൻ ശാന്ത ദമ്പതികളുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീടിന്റെ ചുമരിനോട് ചേർന്ന് നിന്ന കിണർ വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞു താഴുകയായിരുന്നു. വള്ളികുന്നം കടുവിനാൽ ശ്രീവത്സത്തിൽ ഷൺമുഖൻ ശാന്ത ദമ്പതികളുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന 22 തൊടിയുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. വീടിന്റെ ചുമരിനോട് ചേർന്ന് നിന്ന കിണറാണ് വലിയ ശബ്ദത്തോടെ പുലർച്ചെ 4-ന് ഇടിഞ്ഞു താഴ്ന്നത്. ശബ്ദം കേട്ട് വീട്ടിൽ നിന്നും ആരും മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. രാവിലെ നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എപ്പോഴാണ് എങ്ങനെ ഇത് സംഭവിച്ചത്? എങ്ങനെയാ ഇത്? വെളുപ്പിനെ 4 മണിയായപ്പോഴത്തേക്ക് വലിയൊരു ശബ്ദം കേട്ട് ഞങ്ങൾ രാവിലെ 6 മണിയായപ്പം വന്ന് നോക്കുമ്പം ഗ്രില്ല് തുറക്കാൻ നോക്കിയപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പിൻ്റെ ആ ഭാഗമാണ്. ആ ഭാഗത്ത് ഞങ്ങൾ ഇറങ്ങാതെ പിന്നെ ഗ്രില്ല് അടച്ചിട്ടിട്ട് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. ഇവിടെ 3 കൊച്ചു കുട്ടികളുണ്ട്. 5 വയസ്സും 4 വയസ്സും 3.5 വയസ്സുമുള്ള 3 പെൺകൊച്ചുങ്ങളുണ്ട് ഇവിടെ. അതുങ്ങളെപ്പോഴും ഓടിച്ചാടി കിടക്കുന്ന സ്ഥലമായി ഇവിടെ. രാവിലെ അവർ വന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പാവശ്യപ്പോഴത്തേക്ക് നമ്മളത് കണ്ടു. അപ്പോഴത്തേക്ക് പിന്നെ തുറന്നു കൊടുത്തില്ല. അതിനെ എൻ്റെ മൂത്ത മോടെ വീട്ടിലോട്ട് അവരെ പറഞ്ഞു വിട്ടിരിക്കുക. എന്താ പഴക്കമുണ്ടായിരുന്നല്ലോ അറിയാതാണോ? ഒരു 40 വർഷത്തെ പഴക്കമുണ്ട്. ഈ പ്രദേശത്ത് ഇങ്ങനെ വേറെ വല്ലതും കിണറിടിഞ്ഞ് വല്ലതും അറിയാമോ? ഇവിടെ ഈ അടുത്ത കാലത്തൊന്നും ഇല്ല. എത്ര തൊടി ഉണ്ടായിരുന്നു? 22 തൊടി. 2 മോട്ടറും അടിയിലായി. 2 മോട്ടർ വെച്ച് 2 അടിയിലായി. ആദ്യമേ വെച്ച് അത് വെള്ളം പിടിക്കാതെ വന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ കിണറ്റിൽ ഇറക്കുന്ന ഒരു മോട്ടർ വെച്ചു. അപ്പോൾ അതിൽ നിന്നും ഇതിങ്ങനെ വീണതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും വിവരം അറിയിച്ചതായി വീട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.